ഫ്രണ്ട്സ് നമ്മളങ്ങനെ മിറർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ അടുത്തേക്ക്. ഈ മിററിനാണ് പ്രോബ്ലം ഉള്ളത്. ഈ മിററിനുണ്ടോ നമുക്ക് പ്രശ്നമുള്ളത്, ഇത് അടയൂല, തുറക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ, ഇതിങ്ങനെ ഫോൾഡ് ആവില്ല, ഇത് പല സമയത്തോടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്നൊന്നും ഇതുവരെ നേരാക്കാൻ പറ്റിയിരുന്നില്ല, ഇതിൻ്റെ സാധനങ്ങൾ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കോട്ടയത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രോൻ്റെ അടുത്തേക്ക് വന്നാണ്. ഇതാണല്ലേ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇത് അൺലോക്ക് ചെയ്യുമ്പോഴും നമ്മൾ മിറർ ഫോൾഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആവില്ല, സ്റ്റക്കായി നിൽക്കും. അത് ഇപ്പം ആവുന്ന പോലെ ആവില്ല, അത് ചില സമയത്ത് ഇതിങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് എടുത്തതല്ല കേട്ടോ. നിങ്ങളിപ്പോൾ മിറർ മടങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് മടങ്ങുന്ന സാധനമാണല്ലോ, എന്താണ് പ്രശ്നം എന്നുള്ളത്. ആ സാധനം മടങ്ങാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് കോട്ടയം വരെ ഞാൻ ഓടി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങൾ നോക്കിയിട്ട് പറയും. ഷോപ്പ് പക്ഷേ ഞാനെന്താ അറിയോ, രാത്രിയായിപ്പോയി, അത് കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. വർക്ക് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ, അത് കാരണം നമുക്ക് കയറ്റാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വർക്ക് തീരാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ജിജോ. ഇത് ഏതൊക്കെ വണ്ടിയുടെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കണം? മെയിനായിട്ട് നമ്മളിവിടെ മെയിനായിട്ട് അധികം മെക്കാനിക്കൽ പരിപാടി അധികം ഇല്ല. നമ്മളിതുപോലെ ഇലക്ട്രിക് മിറർ, സൺറൂഫ്, ഡോർ ലാച്ചസ്, വൈൻഡർ, മാസ്റ്റർ സ്വിച്ച്, ബ്ലോവർ ഫാന്, റേഡിയേറ്റർ ഫാന്, സ്റ്റാർട്ടർ മോട്ടർ, ഓൾട്ടർനേറ്റർ, അങ്ങനെ എഞ്ചിൻ ഒഴിച്ച് ബാക്കിയുള്ള പരിപാടികളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആ മെക്കാനിക്കൽ പരിപാടിയും ചെയ്യും, അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അതുപോലെ ഈ മിററിൻ്റെ പരിപാടി മാത്രമാണോ അതോ ഈ ഇലക്ട്രിക്കൽ പരമായിട്ട് വേറെ എന്ത് കംപ്ലൈൻറ്റ്? ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഈ വണ്ടിയുടെ തന്നെ ഡോറിൻ്റെ വൈൻഡറിൻ്റെ ഉള്ളിൽ കേബിളാണ് വരുന്നത്. ഈ കേബിൾ ഒരു പ്രാവശ്യം എൻ്റെ പൊട്ടലുണ്ടായി കഴിഞ്ഞപ്പോൾ അത് കേബിൾ മാത്രമായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഞാൻ പുതുത് വാങ്ങിക്കുക ചെയ്ത്. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 4000 സംതിങ് എങ്ങാണ്ട് എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ. കുറച്ചായി അത്. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്? നമ്മളത് കേബിൾ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ കേബിളിൻ്റെ അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ തന്നെ പഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ പുതിയ കേബിൾ ഇടുന്ന പോലെ തന്നെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി നിങ്ങൾ ശരിക്കും? നമ്മളിവിടെ 2 വർഷമായി. 2 വർഷം. ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഈ ഫീൽഡിൽ വന്നിട്ട് 2 വർഷമായുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇത്രയും ടെക്നിക്കൽ ചെറുപ്പം തൊട്ട് ഒരു ഇങ്ങനെ എന്ത് കിട്ടിയാലും അഴിച്ചു നോക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ സപ്പോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ അഴിച്ച പോലെ തന്നെ നമുക്ക് തിരിച്ച് വെക്കാനുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും കളിപ്പിച്ച് അയക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മളൊരു പാർട്ട് റീപ്ലേസ്മെൻ്റ് അല്ല, സാധാരണ വർക്ക്ഷോപ്പിൽ റീപ്ലേസ് ചെയ്യുന്നുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്യാറല്ല. ഇവിടെ നമുക്ക് ആ കംപ്ലൈൻ്റ് ആയ പാർട്ട് നമ്മൾ അഴിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയും, ആ കസ്റ്റമർക്ക് സമ്മതമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ആ പാട്ട് പോയതാണ്, മാറി വെക്കാൻ പുള്ളിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ചേട്ടാ ചുമ്മാ ഒന്ന് അഴിച്ചു നോക്കാം എന്ന് പറയും. നമ്മൾ അഴിച്ചു നോക്കും, അത് ഒരു 80% റെഡി ആയിട്ടുണ്ട്. റെഡിയാതെ പോകുന്നത് കൊണ്ട് കേട്ടോ. അല്ല, റെഡി ആവുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ വണ്ടിയുടെ. എനിക്ക് ആ മിറർ മാറേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഇൻസ്റ്റയിൽ. ആ സമയത്ത് ആ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാൻ പെരിന്തൽമണ്ണെന്ന് ഇതുവരെ ഇതിന് വേണ്ടിയിട്ട് ഓടി വന്നതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോകുന്നതാണ്. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ചാർജ് നമ്മൾ പറയണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഫ്രണ്ട്സ് എൻ്റെ വണ്ടി ചെയ്യാൻ വേണ്ടി അറൗണ്ട് 2500 രൂപയാണ് എനിക്ക് വന്നത്. എന്താണെങ്കിലും ഞാൻ പുതിയ മിറർ മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ 360 ക്യാമറ മുതൽ എല്ലാ സാധനവും റീവർക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ സ്ഥലം കൂടെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ കോട്ടയം KSRTC സ്റ്റാൻഡ് തൊട്ട് താഴെ, KSRTC സ്റ്റാൻഡിൽ നടക്കാനുള്ള ദൂരമുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, ഗാർവിൻസ് ഗ്യാരേജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ഉറപ്പായിട്ടും. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് പെട്ടെന്ന് മനസ്സിലാവാൻ ഫ്രണ്ട്സ് ഒരു ബീവറേജ് ഉണ്ട് മെയിനായിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറും അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവരുടെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചോളൂ. പുള്ളി നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. പുള്ളിയൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടോ. ഞാൻ വന്നിട്ട് അധികം നിൽക്കുമ്പോൾ എനിക്ക് കമ്പനി തരാൻ, അതായത് അവരെ വർക്ക് കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അതിനുപോലും അവർ സപ്പോർട്ട് ചെയ്തു നമ്മളെ. അപ്പോൾ നല്ല സപ്പോർട്ടിങ് ആണ്. അപ്പോൾ എന്തായാലും നന്ദിയുണ്ട്. എന്നാൽ ഓക്കെ, അപ്പം ഇനി നമ്മുടെ കെയർ ഓഫിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ശരി.